ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അന്വേഷണ സംഘം. അല്പസമയം മുൻപാണ് ഈ നടപടിയുണ്ടായത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ സംഭവിക്കുന്ന മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബ്രേക്കിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്ത, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്ന മുരാരി ബാബു അറസ്റ്റിലായിരിക്കുന്നു. കേസിലെ രണ്ടാമത്തെ അറസ്റ്റാണിത്. ഇന്നലെ രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചന നമുക്ക് ഇന്നലെ തന്നെ ഉണ്ടായതാണ്. ഇന്നലെ ചോദ്യം ചെയ്യുന്നു, വിശദമായി ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം അല്പസമയം മുൻപ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അന്വേഷണ സംഘം. വളരെ നിർണായകമായ നടപടി. വിവരങ്ങൾ. കോടതിയിൽ SIT ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് കോടതി നിരീക്ഷിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേവലം സ്വർണ്ണപ്പാളിയിലോ അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ മാത്രം ഈ അന്വേഷണം നിർത്തരുത്, പകരം ശബരിമല കവർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും അന്വേഷിക്കണമെന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇതിന് പിന്നാലെയാണ് അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടമെന്ന രീതിയിൽ SIT ഉദ്യോഗസ്ഥരത്തിലെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ആദ്യ അറസ്റ്റ് തന്നെ മുരാരി ബാബു ആണെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ വിട്ടു നൽകാൻ 2019-ലും 2024-ലും വളരെ പ്രധാനപ്പെട്ട ചില ഇടപെടലുകൾ നടത്തിയ മുരാരി ബാബു അതിന്റെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുരാരി ബാബുവിന്റെ കസ്റ്റഡി അല്ലെങ്കിൽ മുരാരി ബാബുവിന്റെ അറസ്റ്റ് എന്ന കാര്യത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് SIT കടന്നത്. അതിൽ ഏറ്റവും പ്രധാനം അതിലൊന്ന്, ഇന്നലെ വൈകിട്ട് രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടി പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് മുരാരി ബാബുവിനെ കസ്റ്റഡി എടുക്കുന്നത്. ശേഷം അർദ്ധരാത്രിയോടുകൂടി തിരുവനന്തപുരം ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചു. ഇന്ന് രാവിലെ അല്പസമയം മുൻപാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി അടുത്ത ഘട്ടമെന്ന രീതിയിൽ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ ഹാജരാക്കും, കസ്റ്റഡിയിൽ വാങ്ങും. ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇരുത്തിയും മുരാരി ബാബുവിനെ സെപ്പറേറ്റ് ആയിട്ടും ഒക്കെ ചോദ്യം ചെയ്യൽ നമുക്ക് ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം. ഇതിൽ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ തന്നെ സുപ്രധാനമായി എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സംഭവിച്ചതെന്നുള്ള വീഴ്ചയെ സംബന്ധിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇയാൾ നടത്തിയ വഴിവിട്ട ഇടപെടലുകളെ കുറിച്ചിട്ടുള്ള കാര്യമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് തകിടുകൾ അത് 1998-ൽ അത് സ്വർണം പൊതിഞ്ഞതാണെന്നുള്ള ബോധ്യം അത് മുരാരി ബാബുവിനുണ്ടായിരുന്നു. എന്നിട്ടും ചെമ്പ് തകിടുകൾ എന്ന് എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴി സ്വർണം പൂശിക്കിട്ടുന്നതിന് വസ്തുതാവിരുദ്ധമായ ശുപാർശ, അതൊരു ശുപാർശ മാത്രമല്ല പല ശുപാർശകൾ ദേവസ്വം ബോർഡിന് നൽകി. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ ആവശ്യപ്പെട്ടത് മുരാരി ബാബു ആണ്. അതിന് തിരികെ സ്മാർട്ട് ക്രിയേഷൻസ് അയച്ച കത്തിൽ പറയുന്നുണ്ട് താങ്കൾ പറഞ്ഞതുപോലെയെന്ന്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി തന്നെ ഇത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തണം എന്നുള്ളൊരു വാശി മുരാരി ബാബുവിനുണ്ട്. അത് തന്നെയാണ് ഇതിലെ ക്രിമിനൽ കോൺസ്പിറസിയുടെ തുടക്കവും. അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് ഉറപ്പിക്കുന്ന ദേവസ്വം വിജിലൻസ് ഉറപ്പിക്കുന്നത്, ഇപ്പോൾ SIT അക്കാര്യം ഉറപ്പിക്കുന്നതും ആ ഒരൊറ്റ കാര്യത്തിലാണ്. ഏതാണ്ട് 6ഓളം രേഖകൾ മുരാരി ബാബു ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ അടക്കം അനുമതിയില്ലാതെ, ദേവസ്വം ബോർഡിന്റെ അനുമതി ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ പ്രത്യക്ഷമായി പുറത്തുവന്ന രേഖകളിൽ അനുമതിയില്ല, അങ്ങനെ കൊടുത്തുവിട്ടത് മുരാരി ബാബു ആണെന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. ഇനിയും ഈ പ്രതിപട്ടികയിലുള്ള മറ്റുദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് SIT അന്വേഷണം നടത്തും. അതിൽ ഏറ്റവും പ്രധാനം അടുത്ത ഘട്ടം ഒരു പക്ഷേ ജയശ്രീ, അന്ന് ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഒരു മേൽനോട്ടവുമില്ലാതെ കൊടുത്തുവിടരുത് എന്നുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ അത് മറികടന്നത് ജയശ്രീയാണ്. അവരുടെ ഉത്തരവാണെന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ വാർത്തയായി പുറത്തു വന്നിരുന്നു. അപ്പോൾ ജയശ്രീ ഉൾപ്പെടെ ഉള്ളവരെ ഇനി ചോദ്യം ചെയ്യണം, ആ നീക്കത്തിലേക്ക് കടക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി തനിക്ക് അടുപ്പമുണ്ട്, തനിക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, എന്ത് സ്വർണം ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ഈക്വലി ഷെയർ ചെയ്തു. അപ്പോൾ ഈ ഷെയർ ചെയ്ത അതിന്റെ ഭാഗം, ആ പാർട്ട് അല്ലെങ്കിൽ അത് പണമായിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഏത് തരത്തിലാണ് മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കിട്ടിയത്, അവരെങ്ങനെ അത് കൈപ്പറ്റി, മാത്രമല്ല കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ, കഴിഞ്ഞ ദിവസം കോടതി തന്നെ സംശയിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് ഇക്കാര്യത്തിൽ അറിവുണ്ടോ, ധാരണയുണ്ടോ, അവർ ഏത് രീതിയിൽ ഇതിനകത്ത് ഇടപെട്ടു, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏത് രീതിയിൽ സഹായം ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ മുരാരി ബാബുവിന്റെ അറസ്റ്റും മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യലും വളരെ നിർണായകമാണ്. ആ നീക്കത്തിലേക്ക് SIT സംഘം കടന്നിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ റാന്നി കോടതിയിൽ കൊടുക്കും. അവരുടെ റിമാൻഡ് റിപ്പോർട്ട് അടക്കം പറയുന്ന കാര്യങ്ങൾ അത് നിർണായകമാകും. ഉദ്യോഗസ്ഥലത്തിലെ ഗൂഢാലോചനയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ SIT ഇന്ന് കോടതിയെ അറിയിച്ചിട്ടായിരിക്കും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. അങ്ങനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഇനിയും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നീക്കത്തിലേക്കും SITക്ക് കടക്കാനുണ്ട്. അതിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പതിനപ്പുറത്തേക്ക് അനന്ത സുബ്രഹ്മണ്യത്തെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ടാകും. അങ്ങനെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും, അല്പസമയത്തിൽ ഉണ്ടാകുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. മുരാരി ബാബു രണ്ടാം പ്രതിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ. രണ്ടാം പ്രതിയും അറസ്റ്റിലായിരിക്കുന്നു. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.